ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം. ഓക്കെ ഓക്കെ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് 3 ടൈംസ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക. 3 ടൈംസ് അവരുടെ നെയിം പറയുക. 10 of Cups. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? Please guide me divine. Please guide me universe. Adventure. And ഇവിടെ വയ്ക്കാം അല്ലേ, നമുക്ക് കാണുമല്ലോ. 10 of Cups. കാർഡ് ഷഫിൾ ചെയ്യുന്നതിന് മുമ്പ് എന്റെ മൈൻഡിൽ 10 of Cups എന്ന് വന്നിട്ടുണ്ടായിരുന്നു. 10 of Cups തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. Receptivity, Thunderbolt. പ്ലീസ് ഗൈസ് നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾക്ക് കൂടുതലായിട്ടും ക്ലാരിഫൈ ചെയ്യണോ ഞാൻ കാർഡ്സിനെ? നിങ്ങൾക്ക് കൂടുതലായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് കറന്റ് ഫീലിങ്സ് അറിയണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ എന്നോട്. ബിക്കോസ് എനിക്കത് അറിയണം എന്നുണ്ട്. ലോങ് റീഡിങ്സ് അല്ലേ, നമ്മൾ കുറച്ച് ലോങ് പോകുന്നുണ്ട് ടൈമിങ്. സോ അതാണ്. ജസ്റ്റ് ഇത്രയും കാർഡുകൾ വെച്ച് റീഡ് ചെയ്താൽ മതിയോ? അത് രീതി ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇന്ന് നമ്മൾ റീഡിങ്സ് ചെയ്യുന്നത് കുറച്ച് ബ്രീഫ് ആയിട്ടായിരിക്കും. കുറച്ചേറെ ടൈമിൽ കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. കുറച്ച് സമയം മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ 12 മിനിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവും റീഡിങ്സ്. പക്ഷെ അതിൽ കൂടുതൽ കാര്യങ്ങൾ കറന്റ് ഫീലിങ്സ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല, ബിക്കോസ് കാർഡ് ക്ലാരിഫൈ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ സോ അപ്പം നമുക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ള എനർജീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത്, തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വലുത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കണക്ഷൻ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുള്ള ഒരു എനർജി, അതായത് നിങ്ങളെ കഴിഞ്ഞും കൂടുതൽ പ്രയോറിറ്റി തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള ഒരു എനർജിയാണ് ഒരു സിനാരിയോ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. സെക്കൻഡ് സിനാരിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലെസ് കോണ്ടാക്ട് എനർജീസ് ആണ്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ല. എല്ലാ ബന്ധത്തിലും നമ്മൾ ആഗ്രഹിക്കുന്നത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. പക്ഷെ ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, നോ കോണ്ടാക്ട് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. കോണ്ടാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയും ചോദിച്ചാൽ ഇല്ല. ഓക്കെ, ആ ഒരു എനർജിയിലാണ് ഇവിടെ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഉള്ളത്. 2 സിറ്റുവേഷൻസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. 2 സിറ്റുവേഷൻസ് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ ആൻഡ് ദ വ്യൂവേഴ്സ് ആൻഡ് ദ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്, ആൻഡ് വൈ ഹിയർ ഈസ് അഡ്വഞ്ചർ. പ്ലീസ് ക്ലാരിഫൈ. സ്റ്റാർട്ട് അഡ്വഞ്ചർ. പേജ് ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഒരു വ്യക്തി ഒരിക്കലും ആ ഒരു ഇഷ്ടവും സ്നേഹവും നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഇൻ പ്രസന്റ് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവര് നിങ്ങളെ, അതായത് കിങ് ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ ഫാമിലി പേഴ്സൺ ആണ്, ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആണ്. ഇവിടെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് മേ ബി ഇവരുടെ ഫാമിലി ആയിരിക്കാം. ഓക്കെ,
തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലി ആയിരിക്കും. ഇവരുടെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി അല്ലെ, ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ നിങ്ങളെ ഇട്ടിട്ട് പോയി ഒരു സാഹസികമായിട്ടുള്ള ഒരു യാത്രയ്ക്ക്. ഓൾറെഡി ഇവർക്ക് അറിയാം നിങ്ങളെ ഇട്ടിട്ട് ഇവർക്ക് മൂവ് ചെയ്ത് പാടായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്, നിങ്ങൾ ഈ ഒരു വ്യക്തി ഇമോഷണലി ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഇവർക്കൊരു അറിഞ്ഞോ അറിയാതെ, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്, ഇവർക്കൊരു 10 of Cups ഫീൽ ചെയ്തത് നിങ്ങളുടെ അടുത്താണ്, ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തന്നാലും ഇല്ലെങ്കിലും ഇവർ നിങ്ങളെ ഇവരുടെ ലൈഫിൽ കീപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു കണക്ഷൻ ഒരു പേജ് ഓഫ് കപ്സിന്റെ എനർജീസിൽ ഇത്രയും കാലം നിന്നിട്ടുള്ളത്. കാരണം ഇവരുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് ഒക്കെ പറയുന്ന ടൈമിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവർ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഇവരെ ഹീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവരുടെ ലൈഫിൽ ഹീലർ എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ പലപ്പോഴും നിന്നിട്ടുള്ളത്. ഹീലർ എന്നുള്ള ഒരു എനർജി എന്താണ്, ഇപ്പൊ നമ്മൾ ഒരാൾ ഡൗൺ ആയിട്ടിരിക്കുന്നു, നമ്മൾ അവരെ ഹീൽ ചെയ്യുന്നു, ആ ഒരു ടൈമിൽ അവർക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നീട് ലൈഫ് ലോങ് കൊണ്ടുപോകണം എന്നുള്ളൊരു എന്തായാലും അവിടെ ഇല്ല. ആവശ്യമുള്ള ടൈമിലാണ് ഹീലേഴ്സിനെ ആവശ്യമല്ലേ. നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ ഡൗൺ ആവുന്ന സമയത്തല്ലേ ഈ ടാരോട്ട് കാർഡ് റീഡേഴ്സിന്റെ അടുത്ത് വരുന്നത്. നിങ്ങൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ ഡോക്ടേഴ്സിനെ പോയി കാണുന്നത്. അതൊക്കെ നമ്മുടെ ഒരു ഹീലർ, ആ ഒരു ടൈമിൽ ആ ഒരു ഹീലറിനെ മതി എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിങ്ങളെയും ആ ഒരു വ്യക്തിക്ക് എന്താണ് പറയുക, അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർ ഡൗൺ ആവുന്ന ആ ഒരു ടൈമിൽ നിങ്ങളെ മതി എന്നുള്ള ഒരു എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവർക്ക് ഓൾറെഡി അറിയാം നിങ്ങളെ വിട്ടിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഇവരുടെ ലൈഫിൽ ഇവർക്കൊരു ഇമോഷണൽ ലെവലിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു കംപ്ലീഷൻ ഇല്ലാത്ത ഒരു യാത്രയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയിലേക്കാണ് ഇവർ നിങ്ങളെ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ ഈ ഒരു വ്യക്തി നിൽക്കുന്നത്, അല്ലെ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു വ്യക്തി ആകും എന്ന് ഈ ഒരു പേഴ്സണ് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു വ്യക്തി ഒരു സാഹസികതയ്ക്ക് വേണ്ടിയിട്ട് മുതിരുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് നോക്കട്ടെ, അവളില്ലാതെ അല്ല അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന്, എനിക്കത് പറ്റും എന്നുള്ളൊരു അഹങ്കാരം അല്ലെങ്കിൽ എന്നുള്ളൊരു ഈഗോ, ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. നിങ്ങൾ ഇല്ലാതെയും എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു എനർജി, നീ ഇല്ലാതെയും എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു എനർജി. ഇത് പലരോടും നിങ്ങളുടെ പേഴ്സൺ മുഖത്ത് നോക്കി പറഞ്ഞിട്ടും ഉണ്ടാവാം, നീ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും. ഓക്കെ, നീ ഉണ്ടാവണം എന്നില്ല. നീ എന്താ വിചാരിച്ച എന്റെ എൻ്റയർ ലൈഫ് ഞാൻ നിന്നെ ഓർത്തിരിക്കുമെന്നോ, അല്ലെങ്കിൽ എന്താ നീ വിചാരിച്ച നീ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കുറെ ഡയലോഗ്സ് ഒക്കെ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുള്ള ഒരു എനർജീസും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, why here is the world, why here is we are the world. Please clap that. See, നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ശരിക്കും എന്തോ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. ശരിക്കും ഇവരുടെ ലൈഫിൽ എന്തോ നഷ്ടപ്പെട്ടു പോയി, ആ ഒരു നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഓർത്തിട്ട് ആള് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ആ ഒരു എനർജീസിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങൾ. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു എക്സാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കരിയർ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാം നിങ്ങൾ എഴുതുന്നു, ആ എക്സാമിന് നിങ്ങൾ തോറ്റു പോകുന്ന ഒരവസ്ഥ, അത് നമ്മളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് പോകുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ നമ്മൾ ഭയങ്കര നെഗറ്റീവ്, ഒരു സീറോ ആയിട്ട് നമ്മളെ ഫീൽ ചെയ്യുന്നുണ്ടാവും. എനിക്കത് പറ്റിയിട്ടില്ല അതിനെ ഹോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് എനിക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ള ഒരു നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാറുണ്ട്. കുറച്ചുകൂടെ ശ്രമിക്കുകയായിരുന്നെങ്കിൽ നന്നായിട്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു നഷ്ടബോധം നമുക്കതൊരു നഷ്ടബോധമാണ്, നമ്മളുടെ മിസ്റ്റേക്ക് ആയിട്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തിയും ഈ ഒരു കണക്ഷൻ എന്തായതിന് ഇയാളെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ട് ചിന്തിക്കുന്നുള്ളത്. ഞാൻ കാരണമാണ് ഈ ഒരു കണക്ഷൻ എന്തായി പോയിട്ടുള്ളത്, കാരണം എത്രയോ നന്നായിട്ട് പോയിട്ടുള്ള കണക്ഷനാണ്. പക്ഷെ ഈ ഒരു ടൈമിൽ ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണമാണ്, എന്റെ നിസ്സഹായ അവസ്ഥയാണ്. മേ ബി ഒരു വ്യക്തിക്ക് ഒരു നിസ്സഹായ അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നായിരിക്കാം. നിങ്ങളുടെ കണക്ഷൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഫാമിലി പേഴ്സൺ ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്ന ടൈമിലായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളെ ഇട്ടേച്ചും പോയിട്ടുള്ളത്. അതാണ് ഇവിടെ അഡ്വക്കേറ്റിന്റെ കാർഡ് നമുക്ക് വന്നിട്ടുള്ളത്.
ഇപ്പം ഒത്തിരി ഇമോഷൻസ് അല്ലെ ഫീലിങ്സ് അത്രയും ഇവർക്കറിയാം, ഓൾറെഡി ഒരാൾക്കറിയാം എനിക്ക് ഈ കാര്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നറിയാം, മുന്നോട്ട് എനിക്ക് പോവാൻ വേണ്ടി പറ്റത്തില്ല എന്നറിയാം. പക്ഷെ എന്നിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹസികതയ്ക്ക് മുതിരുന്ന ഒരു എനർജി, ആ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ കാണുന്നുള്ളത്. ഓക്കെ, ഇവർക്കുള്ള നിങ്ങളോടുള്ള ഈ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഈ ഇമോഷൻസ് ഈ ഒരു വ്യക്തി ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഫീലിങ്സ് ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഇവർ നിങ്ങളുമായിട്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻസിൽ ഇവർ ഭയങ്കര ഒരു ഡൗൺ ആണ്, ഒത്തിരി ഡൗൺ ആണ്. ഇവർ ഹാപ്പി ഒന്നും അല്ല. പക്ഷെ ഇവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഇവരുടെ ശരിക്കുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ളത് ഇവരെ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു എനർജീസ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷനിൽ എക്സാക്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനെ കാണുന്നത് എങ്ങനെയാണ്? ലൈക്ക് ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിച്ചിട്ട് പോയി, ഇവര് നിങ്ങളെ തേച്ചൊട്ടിച്ചു, ഇനി നല്ല രീതിക്ക് വാർത്തു വിട്ടു എന്നുള്ള എനർജീസ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുള്ളത്. പക്ഷെ അല്ലെങ്കിൽ ഈ ഒരു ഫോർ എക്സാമ്പിൾ ഈ ഒരു വ്യക്തി ഹാപ്പി ആണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുള്ളത്. പക്ഷെ എക്സാക്ട്ലി ഈ ഒരു വ്യക്തി ഹാപ്പി അല്ല. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഹാപ്പിയാണ്, ഫൈൻ ആണ്, ഇതുപോലത്തെ ഒരു സെലിബ്രേഷൻ എനർജിയിലാണ് ആള് നിൽക്കുന്നതെന്ന് ആളിവിടെ കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഹാപ്പി ആണെന്ന് കാണിക്കും. പക്ഷെ ശരിക്കും ഒരു വ്യക്തി ഹാപ്പി അല്ല, ഒട്ടും ഹാപ്പി അല്ല. നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ മറ്റുള്ളവരുടെ മുന്നിൽ. നമ്മൾ ഡൗൺ ആണെങ്കിൽ ഹാപ്പി ആണെന്ന് കാണിക്കാം എന്ന് പറഞ്ഞ പോലെ ഇവരും കൂടുതലായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആരുടെയും മുന്നിൽ അവരവരുടെ ഇമോഷൻസിനെ കാണിക്കുന്ന ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കണക്ഷൻ എക്സാക്ട് എന്താണോ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിലുള്ള റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ശരിക്കും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എക്സാക്ട് ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ്, ഇമോഷൻസ് എന്താണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻസിൽ അല്ലെ ഈ ഒരു സെപ്പറേഷന്റെ ഈ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളെ പൂർണ്ണമായിട്ട് മറന്നു കഴിഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. കാരണം അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു എനർജീസും ഈ ഒരു വ്യക്തി തരുന്നുണ്ടാവില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നല്ല രീതിക്ക് ഒരു ആൻസൈറ്റിയിലാണ്, അതുപോലെ തന്നെ ഇല്യൂഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവരായിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിന് എക്സാക്ട് ഇവർക്കും ഒരു തരത്തിലും ഇവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. എന്ത് ചെയ്താൽ എന്ത് കാണിച്ചു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് ഓവറോൾ ഒന്ന് ചേഞ്ച് ആകും എന്നുള്ളൊരു എനർജി, അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ആണ് എനിക്ക് നിങ്ങളുടെ പേഴ്സന്റെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഐ യൂസ് ദ ഫോൾ. ഓക്കെ, ഇവർ ഈ ഒരു കണക്ഷനിൽ ഒരു ബാലൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് ഞാൻ പറയാണ്, ബാലൻസ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ എപ്പോഴും ഈ ഒരു വ്യക്തിയുടെ എനർജി എന്താണ്, ഒരു ഗോയിങ് വിത്ത് ദി ഫ്ലോ ആണ്. അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ലെവലിലേക്കോ അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടോ കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു വ്യക്തി. ഒരു ഫുൾ എനർജീസിലാണ് പലപ്പോഴും ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടുള്ളത്. ബൗണ്ടറി സെറ്റ് ചെയ്യുക, നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാതിരിക്കുക, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തരാതിരിക്കുക, നിങ്ങളെ ഒരു തരത്തിലുള്ള ഒരു വാല്യൂ ഇല്ലാതിരിക്കുന്ന ഒരു എനർജി. അങ്ങനെ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി പലപ്പോഴും നിന്നിട്ടുള്ളത്. പലപ്പോഴും നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കി വെക്കുക, തേർഡ് പാർട്ടിയിലും നിങ്ങളിലും കൺഫ്യൂസ്ഡ് ആക്കി വെക്കുക, അൺഡിസൈഡഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ വെക്കുക റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ അപ്പൊ നമുക്ക് അതും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ ഒരു ടൈമിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണ് നിങ്ങൾക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെ റെയർ കേസസിൽ മാത്രമാണ് നിങ്ങൾ പിടിച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ മടുത്തു, അതുകൊണ്ടാണ് നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. അതായത് പ്രത്യേകിച്ച് ഇവരോട് യാതൊരു തരത്തിലുള്ള ദേഷ്യ വൈരാഗ്യം ഒന്നും തന്നെ നിങ്ങൾക്കില്ല. നിങ്ങൾ സഹി ഇട്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു കണക്ഷൻ ഗീവ് അപ്പ് ചെയ്തിട്ടുള്ളത്.
നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജി, നിങ്ങൾ ഒരു പോയി വിത്ത് ഫ്ലോയിൽ പോകാം എന്നുള്ള ഒരു എനർജിയിലായിരിക്കുന്നുള്ളത്. ശരിക്കും നിങ്ങൾ ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ബാലൻസ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഒരു എങ്ങനെയെങ്കിലും ഒരു എന്താ പറയാ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുന്ന ടൈമിലെങ്കിലും ഈ ഒരു വ്യക്തി ഒന്ന് റിട്ടേൺ വരട്ടെ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളത്. എന്റെ വർത്ത് മനസ്സിലാക്കി വരട്ടെ, എന്റെ വാല്യൂ മനസ്സിലാക്കി വരട്ടെ എന്നുള്ള ഒരു എനർജിയിലായിരിക്കും നിങ്ങളിവിടെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നുള്ളത്. വൈ ഇറ്റ് ഈസ് റെസിപ്പിലിറ്റി See, ഇവിടെ നിങ്ങളുടെ ഒരു എനർജീസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ എന്താണുള്ളത്? സ്നേഹം സത്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു വ്യക്തി റിട്ടേൺ വരും. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി, നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി ഇവർ റിട്ടേൺ വരും എന്നുള്ള രീതിക്കാണ് നിങ്ങളുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾ ഇന്നർ വർക്ക്സ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം, സ്പിരിച്വൽ ലെവലിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവാം. ചിലതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ 7 ചക്ര ആക്ടിവേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം. ഇവിടെ അങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. കാരണം നിങ്ങൾ സ്പിരിച്വലി കൂടുതലായിട്ടും കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്ന ഒരു എനർജിയിൽ യൂണിവേഴ്സുമായിട്ട് കൂടുതലായിട്ടും കണക്റ്റഡ് ആവുന്ന ഒരു എനർജീസ് ഇവിടെ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേരുടെ എനിക്ക് എനർജീസ് വളരെ റെയർ എനർജീസ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ലക്ഷ്മി ഗോഡ് അങ്ങനെ ഉണ്ടല്ലോ, ലക്ഷ്മി ആ ഒരു എനർജീനെ നിങ്ങൾ കൂടുതലായി ലക്ഷ്മി ദേവിയെ കൂടുതലായിട്ട് നിങ്ങൾ പ്രെയർ ചെയ്യുന്നുണ്ടാവും. അവരുടെ ഒരു ബ്ലെസ്സിങ്സ് ഈ ഒരു റീഡിങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ് മീൻസ് അബണ്ടൻസ്. ബിക്കോസ് ഇവിടെ ഒരു ലോട്ടസ് വന്നിട്ടുണ്ട്. ഓക്കെ, ലോട്ടസ് മീൻസ് അതൊരു അബണ്ടൻസിന്റെ എനർജീസ് ആണ്, അല്ലെങ്കിൽ അതൊരു ലക്ഷ്മി ദേവിയുടെ ഒരു എനർജിയാണ്. അത് എപ്പോഴും ഒരു എല്ലാ തരത്തിലുള്ള ബ്ലെസ്സിങ്സിനെ അബണ്ടൻസിനെ കാണുന്നത്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ലക്ഷ്മി ദേവിയുടെ ഡിവോട്ടീസ് അങ്ങനെ ഒരു എനർജീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു, അല്ലെങ്കിൽ നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ഏത് ഡിവൈൻ പവർ ആണോ ആ ഒരു ഡിവൈൻ പവറിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. സോ നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഓക്കെ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ചിലർ കൃഷ്ണനെ വിശ്വസിക്കുന്നവരുണ്ട്. നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ആ ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ വീണ് പോകുന്ന ടൈമിൽ ഈ ഒരു ഡിവൈൻ എനർജി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എനർജീസ് തരുന്നുണ്ട്, സ്ട്രെങ്ത് തരുന്നുണ്ട് നിങ്ങൾക്ക് നിൽക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എനർജീസ് ഒരു ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഒരു റിസീവിങ് എനർജീസിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് എന്തായിക്കോട്ടെ, പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ, അതിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഓവറോൾ എനർജി എല്ലാ തരത്തിലും ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പൈസയ്ക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി നിങ്ങളുടെ ലൈഫിലേക്ക്, മണി ഫ്ലോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജീസും എനിക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ എനർജീസ് ആണ്, ഇതൊരു സ്പെസിഫിക് മെസ്സേജസ് ആണ്. ആർക്കുള്ളതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണുന്ന ആൾ ഇത് ആർക്ക് റെസിനേറ്റ് ആവുന്ന ഒന്ന് കമന്റ് ഡൗൺ ചെയ്യാം കേട്ടോ. ഈ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്രേയേഴ്സ് ഒന്നും ഒരിക്കലും വെറുതെ ആവില്ല. നമ്മൾ വിചാരിക്കും ഈ ഒരു ടൈമിൽ നമുക്ക് അതിന് റിപ്ലൈ കിട്ടുന്നില്ല എന്നുള്ളത്. ബട്ട് ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക, പ്രേയേഴ്സ് ഒക്കെ ചെയ്യുക എപ്പോഴും. നമ്മുടെ ലൈഫിൽ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ളത് എന്താണ്? നമ്മളുടെ സോള് മാത്രമാണ്. അപ്പൊ നമുക്കുള്ള റിലേഷൻഷിപ്സോ അല്ലെങ്കിൽ നമ്മൾക്കുള്ള ബന്ധങ്ങൾ, അത് ബ്ലഡ് റിലേഷൻ ആയിക്കോട്ടെ, എന്ത് റിലേഷനാണ്, അതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു എനർജീസേ അല്ല. പക്ഷെ ഡിവൈനുമായിട്ടുള്ള നമ്മളുടെ സോളിന്റെ കണക്ഷൻ പെർമനന്റ് ആണ്. നമ്മൾ ഡെത്ത് ആയെന്ന് പറഞ്ഞാൽ നമ്മളുടെ സോൾ എപ്പോഴും ആ ഒരു ഡിവൈൻ പവറുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. സോ എപ്പോഴും എല്ലാവരും സോൾ ലെവലിൽ വർക്ക്ഔട്ട് ചെയ്യുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് 8 ഓഫ് കപ്സിന്റെ എനർജിയും ഏസ് ഓഫ് കപ്സിന്റെ എനർജീസ് ആണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളത്. കാരണം നിങ്ങളുള്ള ടൈമിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ പോയ ടൈമിൽ ഇപ്പം നിങ്ങളിത് മൂവ് ഓൺ ചെയ്ത് സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞപ്പം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം
എത്രമാത്രം നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു എനർജീസ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ കറന്റ് ഫീലിംഗ്സ് ആയിട്ട് കുറച്ച് ചേഞ്ചസ് ഇവിടെ ഉണ്ട് ഫീലിംഗ്സിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ആ കണ്ടിട്ടുള്ള ആ ഒരു എനർജി, അത് കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു എനർജീസും റെസനേറ്റ് ആവുന്നുണ്ടാവും. സോ ഇവിടെ തണ്ടർ ബോൾട്ടിന്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. ഈ തണ്ടർ ബോൾട്ട്സ് ഒക്കെ എപ്പോഴും ട്രാൻസ്ഫോർമേഷനെയാണ് കാണിക്കുന്നുള്ളത്. സോ അത് വന്നിട്ടുള്ളത് റിസപ്റ്റിവിറ്റിയുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഡിവൈൻ പവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷനിൽ ഒരു സഡൻ ചേഞ്ചസ് നമുക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും. സോ അത് മാത്രമല്ല ഇവിടെ 7 ചക്ര ബേൺ ചെയ്യുന്ന ഒരു എനർജി ഈ ഒരു കാർഡിൽ കാണുന്നുള്ളത്. സോ 7 ചക്ര ബേൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മൾ പൂർണ്ണമായിട്ടും ചേഞ്ച് ആയി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു ഡിവൈൻ പവർ നമ്മളിലേക്ക് വരുന്നു എന്നുള്ള ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, സോ നിങ്ങളിലേക്ക് ആ ഒരു ഡിവൈൻ പവർ അല്ലെങ്കിൽ ആ ഒരു എനർജി, അതിൽ നിങ്ങളെന്നുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആ ഒരു കാർമിക് എനർജീസ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് ആയിട്ടുള്ള പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അതെല്ലാം നിങ്ങൾ സ്പിരിച്വലി കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് കൊണ്ട് ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. സോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ മാത്രമേ ഇനി ക്ലെൻസ് ചെയ്യാനുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ സ്പിരിച്വലി നന്നായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു മെസ്സേജസ് ഒക്കെ, നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജസ് വർക്ക്ഔട്ട് ആവുന്നുണ്ടാവും. സോ again why here is totality divine, why here is totality. Okay, progress. Okay. ഇവരുടെ എനർജീസ് എന്താണെന്നറിയോ? നിങ്ങളിപ്പോ ഇത്രയും റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നതിന് ഒരു റീസൺ എന്ന് വെച്ചാൽ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ആരോ ഒരാൾ എൻറ്റർ ആയിട്ടുണ്ട്. പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻറ്റർ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും റൂഡായിട്ട് പെരുമാറുന്നതെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ടൈമിൽ ഇവർ സെപ്പറേറ്റ് ആയി പോയിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ പുറകെ നിങ്ങൾ ചേസ് ചെയ്ത് പോവാതിരിക്കുന്നതിനുള്ള ഒരു റീസൺ എന്താണ്? നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് ആരോ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇവരോട് റൂഡായിട്ട് പെരുമാറുന്നതെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ ഉള്ളത്. ബട്ട് റിയൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ശരിക്കും നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഈ ഒരു കണക്ഷനിൽ സ്ട്രഗിൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഈ ഒരു കണക്ഷനിൽ ഒത്തിരിയധികം നിങ്ങൾ പെയിൻ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഇപ്പൊ ആയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു പെയിനെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഒത്തിരിയധികം ഇന്നർ സ്ട്രെങ്ത് ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ഒത്തിരിയധികം ഇന്നർ സ്ട്രെങ്ത് വന്നു ചേർന്നിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ. നേരത്തെ ഈ ഒരു വ്യക്തിയുടെ പുറകെ കൈയും കാലും പിടിച്ച് നടക്കുന്ന ഒരു എനർജീസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇവരുടെ മുന്നിൽ കൈയും കാലും പിടിക്കാനായിട്ട് റെഡി അല്ല. ഓക്കെ, സോ ഇപ്പം എന്ത് സിറ്റുവേഷൻസ് വന്നാലും അത് ഡീൽ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്, ഒരു കറേജസ് നിങ്ങളുടെ മുന്നിലുണ്ട്. കറേജ്. Why here is the past life? Judgment. Two of Cups. See, ഈ ഒരു വ്യക്തിക്ക് എപ്പോഴും നിങ്ങളുമായിട്ട് ഒരു സോൾ ലെവൽ കണക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഒരു സോൾ ലെവൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെന്റ്സ് ആ ഒരു മെമ്മറീസ്, അത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, യെസ് ഈ ഒരു വ്യക്തിയായിട്ട് ഇതിനു മുമ്പ് ഞാൻ ഏതൊക്കെയോ ജന്മങ്ങളിൽ കണക്ട് ആയിട്ടുണ്ട്, ഇയാളുമായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ് ഏതോ ഒരു ജന്മത്തിൽ ഞങ്ങൾ പങ്കിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു എനർജി. നമ്മളിപ്പോ ചിലരെ കാണുമ്പോൾ ഓർക്കില്ല ഇവരുമായിട്ട് ഏതോ ഒരു കാലത്ത് ലൈക്ക് ഞാൻ നേരത്തെ കണ്ടതുപോലത്തെ ഒരു എനർജീസ്, അല്ലെ നമ്മൾ ചില പ്ലേസിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ, എന്നൊക്കെ നമ്മുടെ പാസ്റ്റ് ലൈഫിന്റെ ഒരു എനർജീസ് ആണ്. അല്ലെ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരും, ഇതിനു മുമ്പ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു എനർജി വരികയില്ലേ. എന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. സെയിം എനർജി തന്നെ നിങ്ങളുടെ പേഴ്സണും ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഫീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. നിങ്ങൾ തമ്മിൽ മേ ബി എന്തൊക്കെയോ ഡിഫറൻസസ് നിങ്ങൾ തമ്മിലുണ്ട്. മേ ബി അത് കാസ്റ്റ് ആവാം, റിലീജിയൻ ആവാം, ഒരാൾ മാരിഡ് ആവാം, ഒരാൾ അൺമാരിഡ് ആവാം, ഒരാൾ യങ് ആവാം, ഒരാൾ
ഏജ്ഡ് ആവാം. അതല്ലാന്നുണ്ടെങ്കിലും ഇവിടെ എന്തൊക്കെയോ ഡിഫറൻസസ് നിങ്ങൾക്കുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഡിഫറൻസസ് ഉള്ള ആ ഒരു ടൈമിൽ പോലും നിങ്ങൾ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ലെവലിൽ ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടുണ്ട്, ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. സോ അപ്പം ഈ ഒരു വ്യക്തിക്കും ഫൈനലി നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായ ടൈമിൽ ഇവർക്ക് ഒരു ജഡ്ജ്മെന്റ്, ഇവർക്ക് ഓപ്ഷൻസ് ഉണ്ടാവാം. വളരെ റെയർ കേസസിൽ ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവാം. ഇവർക്ക് ആ ഒരു ഓപ്ഷൻസിനെ ചൂസ് ചെയ്യണോ നിങ്ങളെ ചൂസ് ചെയ്യണോ എന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല. ആ ഒരു എനർജീസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഒത്തിരിയധികം അട്രാക്റ്റഡ് ആണ് നിങ്ങളുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ ഒരു റീകോൺസിലേഷൻ പോസിബിൾ ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സഡൻ ടവർ മൂവ്മെന്റ് ഈ ഒരു കണക്ഷനിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. Why here is morality? 9 of Cups and Page of Pentacles. ഇവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് സ്ട്രോങ് ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ മൈൻഡിൽ നിങ്ങളുണ്ട് 24/7. നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ത് തീരുമാനം എടുക്കണം, നിങ്ങളുടെ അടുത്തേക്ക് വരണോ അതോ ഈ ഒരു കണക്ഷൻ ക്ലോസ് ചെയ്യണോ എന്നുള്ള ഒരു എനർജിയെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് 24/7 ഇവരുടെ മൈൻഡിലുണ്ട്. കാരണം എന്താ, ഇവർക്ക് ഈ ഒരു കണക്ഷൻ കൂടെ വെക്കുന്നതിൽ ബെനിഫിറ്റ് തന്നെയാണുള്ളത്. കാരണം നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഇല്ലെങ്കിലും ഇവർക്ക് നല്ല രീതിക്ക് ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക്, കാരണം നിങ്ങൾ ഇല്ലാത്ത ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ഇൻകംപ്ലീഷനാ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇൻകംപ്ലീഷൻ അല്ലെ ഒരു സ്പേസ് എന്തോ ഒന്ന് എന്നിന് മിസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ഞാൻ അപൂർണനാണെന്നുള്ള ഒരു എനർജി ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അപ്പൊ ഇവര് ഫീൽ ചെയ്യാറുണ്ട് എന്തോ ഇതുവരെ എന്റെ ലൈഫിൽ എനിക്ക് ആരൊക്കെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു എനർജീസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മേ ബി അത് ഇവരുടെ പാർട്ട്ണറിന്റെ കൂടെ പോലും ഇവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് നിങ്ങളുടെ അടുത്തത് ഫീൽ ചെയ്യുന്നുള്ളത് കൊണ്ട് ഉണ്ടാവും. കാരണം അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ രണ്ടുപേരും തമ്മിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹിച്ചിട്ട് പോലും സെപ്പറേറ്റ് ആവാൻ പറ്റാതിരിക്കുന്നുള്ളത്. ഈ ഒരു കണക്ഷനെ നിങ്ങൾ രണ്ടുപേരും ലൈറ്റ് വെയിറ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നുള്ളത്. എന്നിട്ട് പോലും നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ പറയില്ല, നമ്മള് പുതിയതായിട്ടൊരു ബോഡി കൊണ്ടാണ്, ശരീരം മാത്രമാണ് നെക്സ്റ്റ് ജന്മത്തിലേക്ക് എടുക്കുന്നത്. പക്ഷെ സോൾ എപ്പോഴും പഴയ തന്നെയായിരിക്കും. ഇപ്പൊ സോളിന് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എക്സാക്ട് എന്റെ ഒരു പാർട്ട്ണർ ഏതായിരുന്നു, ഇത്രയും കാലം ജന്മങ്ങളിൽ ഒരുമിച്ച് ജീവിച്ചു വന്നിട്ടുള്ള പാർട്ട്ണറിന് അങ്ങനെ ഒരു അട്രാക്ഷൻ, അങ്ങനെ ഒരു എനർജീസ് അല്ല, അട്രാക്ഷൻ അല്ല, ആ ഒരു ലവ്, ആ ഒരു ജന്മത്തിൽ ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ അവരുടെ ആ ഒരു സോളിനെ റിയലൈസ് ആവുന്ന ടൈമിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കും, ഞാൻ ഈ ഒരു കണക്ഷൻ ഉണ്ടാക്കണോ, ഇവിടെ ഒരു റീബർത്ത് വേണ്ടേ എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഒരു വ്യക്തി വരുന്നുണ്ടാവും. പക്ഷെ എഗെയിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, കിങ് ഓഫ് പെന്റിക്കിൾ ആണ്, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്ത് മൈൻഡ് യൂസ് ചെയ്യാണ് ഈ ഒരു വ്യക്തി ചെയ്യുന്നുള്ളതാണ് നിങ്ങൾക്ക് ആക്ഷൻ ആയിട്ടൊന്നും ഇവിടെ കാണാൻ പറ്റാത്തത്. പക്ഷെ ഇവരുടെ മൈൻഡിലുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ. ഇതുവരെ എൻഡ് ആയിട്ടില്ല അത്. ഈ ഒരു കണക്ഷൻ ഇതുവരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു കണക്ഷൻ വർഷങ്ങളായല്ലോ മാസങ്ങളായല്ലോ ഇത് എൻഡ് ആയി കാണും. കാരണം അവിടുന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല അതുകൊണ്ട്. പക്ഷെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതിന് ഒരു മെയിൻ റീസൺ ഇതാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാതിരിക്കുന്നതിന് ഒരു റീസൺ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആലോചനയിലാണ് ഇപ്പോഴും. ഇവർക്ക് ഈ ഒരു കണക്ഷൻ ടോട്ടലി വിട്ട് കളയാനോ നിങ്ങളെ മറന്നു കളയാനോ ഇതുവരെയും പറ്റിയിട്ടില്ല. അതിപ്പോ എത്ര തേർഡ് പാർട്ടി ഫോർത്ത് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഹാപ്പിയാണ്, ഫൈനാണ്, സെലിബ്രേറ്റ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞ ഒരു അവയർനെസിന്റെ എനർജീസ് ആണ്. ഇവിടെ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കൊരു ഫിയർ ആണ്, നിങ്ങൾ ഇപ്പൊ ഒത്തിരി അധികം ചേഞ്ച് ആയി പോയി, നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ ഇവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഫിയറും ഈ ഒരു വ്യക്തിക്കുണ്ട്. ഇവരുടെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്ന ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഐ തിങ്ക് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എത്തുന്ന ടൈമിൽ ഈ ഒരു വ്യക്തി എന്തെങ്കിലും സെലിബ്രേഷൻസിലോ കാര്യങ്ങളിലോ ഒക്കെ പങ്കെടുക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. കാരണം ഇവരെന്തോ കൂട്ടുകാരുടെ കൂടെ എന്തോ ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുന്ന ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങളുമായിട്ട് ഒരു റീകൺസിലേഷനും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് ഇവർക്കൊരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഇവിടെ 9 ഓഫ് കപ്സും 10 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. സോ ഇവരുടെ സോൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ബോട്ടം ഓഫ് ദി ടേബിൾ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവർക്ക് ഒത്തിരിയധികം ബേർഡൻസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു വ്യക്തി അതൊന്നും ആരുടെയും മുന്നിൽ ഷോ ചെയ്യുന്നില്ല. അവർ ഹാപ്പി ആണോ ഫൈൻ ആണോ എന്നുള്ള ഒരു എനർജിയിലാണ്, ഒരു ഗോയിങ് വിത്ത് ഫ്ലോയിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. ഓക്കെ, ഇന്ന് ഫുൾ മൂൺ ആണ്. അപ്പൊ നമുക്ക് ഗൈഡൻസ് നോക്കാം. ഫുൾ മൂൺ അല്ലെങ്കിലും ഈ ഒരു ഗൈഡൻസ് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫുൾ മൂണിലല്ല നിങ്ങളുടെ മുന്നിൽ ഈ ഒരു റീഡിങ് എത്തുന്നതെങ്കിലും ഇറ്റ്സ് ഓക്കെ.
ടൈംലെസ് റീഡിംഗ് ആണ്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എന്ത് ഗൈഡൻസ് ആണ് എന്റെ വ്യൂവേഴ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ടൈമിൽ? മൈക്ക് ഡിസ്കണക്ട് ആയിപ്പോയി. വിൻ ഔട്ട്കം ഈസ് ഫോർകാസ്റ്റ്. The energy is gaining momentum. Have faith in your dreams. So, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫുൾ മൂൺ ആയതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെങ്കിലും ഈ ഒരു ഇമോഷൻസിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടാവില്ല. വളരെ ഹൈ ലെവലിൽ ഇമോഷൻസ് വരുന്നുണ്ടാവാം. ബട്ട് ഇനി അല്ലെങ്കിലും ഇവിടെ എനർജീസിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന ഈ ഒരു ടൈമിൽ അത്രയും ഹൈ ലെവലിൽ ഇമോഷണൽ ആയിട്ടുണ്ടാവാം. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ബട്ട് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ്, ഈ ഒരു എനർജീസ് അത് ചേഞ്ച് ആകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. സോ ഇവിടെ ഏരീസിന്റെ എനർജീസ് വന്നിട്ടുണ്ട്. ദെൻ ഫുൾ മൂൺ ഇൻ ലിബ്രയുടെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു നിങ്ങൾ എന്താണ് ഒരു കണക്ഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഇവിടെ ഒരു ഈ ഒരു കണക്ഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യുന്നുണ്ടാവും, പ്രോഗ്രസ് ഉണ്ടാവും ഈ ഒരു കണക്ഷനിൽ. സോ നിങ്ങളുടെ ഫേവറിലേക്ക് ആയിട്ട് ഈ ഒരു എനർജീസ് ഈ ഒരു പേഴ്സൺ വരുന്നുണ്ടാവും. ബട്ട് എന്താ വേണ്ടത്? ഹാവ് എ ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്. നിങ്ങളുടെ ഡ്രീംസിൽ നിങ്ങൾ ബിലീവ് ചെയ്യുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസിൽ നിങ്ങൾ ബിലീവ് ചെയ്യുക. എന്താണോ നിങ്ങളുടെ വിഷസ് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട്, നിങ്ങൾ എന്താണോ എക്സാക്ട് ഈ ഒരു കണക്ഷനിൽ ആഗ്രഹിക്കുന്നത്, ആ ഒരു എനർജിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അതൊക്കെ എത്രയൊക്കെ ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിലും ആ ഒരു എനർജിയിൽ ഉറച്ചു നിൽക്കുക. അതിൽ ഹാപ്പി ആയിട്ടിരിക്കുക. ലൈക്ക് നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് വേണ്ട, നിങ്ങളെ ഹാപ്പി ആയിട്ട് നിങ്ങൾ മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുക. ഡൗൺ ആയിട്ട് കുറെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകൾ മൈൻഡിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മന്ത്രാസ് ചാൻറ്റ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. മൈൻഡ് ഒക്കെ ഡൗൺ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മെഡിറ്റേഷൻ ആണ്. അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുക, കൂടുതലായിട്ട് ചിന്തിക്കാതെ. നമ്മൾ ചിന്തിക്കുമ്പോഴാണല്ലോ മാനിഫെസ്റ്റ് ആവുന്നത്. കിടന്നുറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. എന്തെങ്കിലും മന്ത്രാസ് ഒക്കെ ഭയങ്കരമായിട്ടും പവർഫുൾ ആണ്. സോ മന്ത്രാസ് ചെയ്യുക. ഓക്കെ. ആൻഡ് ഈ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ ഇവിടെ കോൺഷ്യസ്നെസിന്റെ എനർജീസും ദെൻ ഇവിടെ ഷെയറിങ്ങിന്റെ എനർജീസും വന്നിട്ടുണ്ട്. ഇത് രണ്ടും സെൽഫ് ലവിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ സെൽഫ് ലവിനെ ഒരു ഹൈ എനർജിയിൽ വെക്കുക, സെൽഫ് ലവ് ഫസ്റ്റില് ചെയ്യുക. സോ ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. ഓക്കെ. സോ ബാക്കിയുള്ളതെല്ലാം നിങ്ങളിലേക്ക് വന്നോളും. ബട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഫസ്റ്റില് സ്നേഹിക്കുക. യൂണിവേഴ്സ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇന്നർ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിരിക്കും തന്നിട്ടുള്ളത്. നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യണമെന്നായിരിക്കാം യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുള്ളത്. സോ അപ്പൊ നിങ്ങൾ ഇവിടെ ഇന്നർ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആവാതെ കൂടുതലായിട്ടും സ്പിരിച്വൽ ആയിട്ട് അവേക്കൻഡ് ആയിട്ടുള്ള ആളുകൾ, എന്നെ സ്പിരിച്വൽ ജേർണിയിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ എപ്പോഴും സ്റ്റൂൾ ഞാൻ ഓടിച്ചു. ഓക്കെ. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ദൈവമായിട്ട് കൂടുതലായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരു എനർജിയിലേക്ക് നിൽക്കുന്നുണ്ടാവണം. അപ്പോൾ നമുക്ക് ഒരിക്കലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മളിൽ സെപ്പറേഷൻസ് സംഭവിക്കുന്നുണ്ടാവും. കാരണം സ്പിരിച്വൽ കണക്ഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് എങ്കിലാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻസ് ഉണ്ട് ചില പാസ്റ്റ് ലൈഫ് വിത്ത് സ്പിരിച്വൽ, അങ്ങനെയുള്ള എനർജീസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള സോൾമേറ്റ് ആണെങ്കിലും ശരി, സെയിം ഇന്നർ വർക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഒത്തിരി ഇല്ലെങ്കിലും, പക്ഷെ നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യേണ്ട ടൈമിൽ ഇന്നർ വർക്ക് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഒരു സെപ്പറേഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഓക്കെ. സോ അപ്പൊ അങ്ങനെ. ഓക്കെ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. So thank you so much.